ഇനി എന്റെ പെണ്ണിന്റെ പുറകെ ഞാൻ നടത്താം. അടിച്ച് മാത്ത കെട്ടി പുറകിൽ പന്നിപ്പടക്കം വെച്ച് ഞാൻ പൊട്ടി. ഹലോ, ഇതാരത്? നായിന്റെ മോനെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം നീ കേട്ടാ മതി. നീ ആരാണ്? നീ ഫോണിൽ വിളിച്ചിട്ട് നീ ആരാ? നീ ആരാന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാ. നീ കാണിക്കടാ. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഉണ്ട്, ഇങ്ങോട്ട് വാ. ആ ഗ്രൗണ്ടിലേക്ക് എന്നാ അറിയടാ. ആ വാടാ. എന്താ സ്കെച്ചേഴ്സ് ഇഷ്ടമല്ല, തിണ്ടി. സ്കെച്ചേഴ്സിന് വേണ്ട, ചിക്കൻ ഇടിക്കും. നല്ല വേനുണ്ടല്ലേ? എന്ത് തോന്നുന്നു? ഇൻട്രസ്റ്റിംഗ്. ഇവിടെ എന്താ പ്രശ്നം? ഇതെന്താ പറ്റിയേ? നിനക്കൊക്കെ പുറകിടക്കാൻ ഈ നാട്ടിൽ എന്റെ പെണ്ണെ മാത്രമാണ് കിട്ടും. നായിന്റെ മോനെ, ഇനി മേലാതെ നീ എന്റെ പെണ്ണിന്റെ പുറകെ എങ്ങനെ നടന്നു നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ അണപ്പല്ലേ തെറിപ്പിക്കും മോനെ. എന്താണ് നോക്കാൻ? ഇവനൊരെണ്ണം കൊടുത്തവർക്ക് നമുക്ക് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണ്ടേ? എൻ്റെ പൊന്നളി അവന്മാർ ഒരു വലിച്ചിട്ടിരിക്കുമായിരിക്കും. മുട്ടാൻ ചെന്നാൽ രണ്ടുപേർക്കും പണി കിട്ടും. വെറുതെ നമ്മളായിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കാണെങ്കിൽ കയ്യും കാലും തരിച്ചിട്ടുമല്ല. ഡാ, നമുക്ക് കേറും കടിച്ചാലോ? എടാ, ഞാനേ നാട് വിട്ടാലോ നാലേക്കുക. അത് ശരി. അളിയാ, അമർത്തി ആളെയും കൂട്ടി വരുന്നുണ്ട്. ഒന്നുമില്ല, കട്ടയ്ക്ക് കൂടെ മതി. കേട്ടല്ലോ ഡാ. അളിയാ, ഡാ. വരുന്നതറിഞ്ഞടി മണി അട്ടപ്പട്ടല്ല മയരന്നു കെണി കണ്ടെത്തി കൂടി ഞാൻ ഓടുന്ന വഴി ഓടിക്കോ ഓടിക്കോ കണ്ണ് മൂട്ടി നീ പറന്നൊര വരവ് കണ്ട ചറപ്പറാന്ന് പെട്ടുക്കും കേട്ട പക്കച്ചു പോയൊരു ബാല്യമില്ല കെതച്ചു പാഞ്ഞ ഇതിലെ മോനെ ഒന്നേ. എന്നാട്ടാ? അവിടെ എന്തോ പ്രശ്നം നടക്കണ്ടല്ലോ. അറിയത്തില്ല കേട്ടാ, ഞാനിപ്പോൾ ഇതിൽ വന്നോളൂ. ഇപ്പോഴത്തെ കാലല്ലേ, പിള്ളേർ കള്ളും കഞ്ചാവ് അടിച്ച് തമ്മിൽ തല്ലുകൂടി എന്ത് ചെയ്യാനാ? ആയിരിക്കൂലേ? അല്ല, നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, അവന്മാരെ ഇടിക്കണ കേട്ടാ, വേഗം ചെല്ല്. കഴിഞ്ഞ എന്നാ പോട്ടെ. നിക്ക് പോയല്ലേ? ഹായ്, നല്ല കവള് അല്ലേ? എല്ലാ സ്ത്രീകളുടെയും മുഖലക്ഷണത്തിന് മാറ്റുകൂട്ടുന്നത് അവരണിയുന്ന ആഭരണങ്ങളാണ്. ഈ ഭംഗിയുടെ അവകാശം റാഖേലേ, സമയം എന്തായെന്നറിയോ? നിനക്ക് കോളേജിൽ പോണ്ടേടാന്നാ.
ആടെ പറ. എവിടെയാ? ഏ നീ എണീറ്റില്ലേ? എന്താണ്? ഇപ്പൊ വീട്ടിലാണോ? അവിടെ ഉണ്ട്. നീ ഒന്ന് അമ്പലത്തിന് അങ്ങോട്ട് വന്നേ. വരാ. വേഗം വാ. ഒരു 10 മിനിറ്റ്. നിനക്ക് വരാൻ പറ്റുമോ? ആടി വരാം. ഞാൻ നേരത്തെ വെച്ചാൽ ഫുഡ് കഴിക്കണ ദിവസം. ലേറ്റ് ആവല്ലേ? ഇല്ല, നീ വെച്ചാൽ ഞാൻ വരാം. ഹലോ. നീ ശരിക്കും എണീറ്റോ? ആടി എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ്. ഇപ്പം തന്നെ എത്താം. നീ അവിടെ തന്നെ വന്നു. ഫോൺ വെച്ചോ. ഈ വള്ളി. അളിയാ, ഞാനേ അവക്ക് വേണ്ടി ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. നീ അത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഹാർട്ട്, എൻ്റെ നെഞ്ചിലുണ്ടൊരു ഹാർട്ട്. നിന്നെ കണ്ടപ്പോൾ തൊട്ടത് ബീറ്റ്. അരികിൽ വന്നപ്പോൾ അത് ബ്ലാസ്റ്റ്. നീ പോയപ്പോൾ അത് വെറും വേസ്റ്റ്. എന്നാലും നീ എൻ്റെ കാറ്റ്, കാരണം എൻ്റെ നെഞ്ചിലുണ്ടൊരു ഹാർട്ട്. അളിയാ, നിൻ്റെ ഹാർട്ടില്ലേ? അളിയാ, നിൻ്റെ ഹാർട്ടില്ലേ? അതടിപൊളിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മ എന്നാ നീല ഷർട്ട് കണ്ടോ? കഴിഞ്ഞ ദിവസം മേടിച്ച് ആ മിറ്റത്ത് കിടക്കല്ലേ? മിറ്റത്താ? നീ ഇതൊന്നും കഴിക്കണ്ട അങ്ങോടാ. ഞാനൊക്കെ അവല വരെ. എന്നാ പോയിട്ട് വരുമ്പോ രവിചേട്ടൻ്റെ അവിടെ ഒരു ബാർ സോപ്പ് മേടിച്ചോണ്ട് വരെ. മേടിക്കാം. പൈസ TV സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്. പിന്നെ ബാക്കി പൈസ ഈ ബിസ്ക്കറ്റോടെ മേടിച്ചോട്ടോ. താടി വെച്ച തക്കുടോ. നല്ല എടി, എത്തി ഒരു 10 മിനിറ്റ്. ഒരൊറ്റ വളവുകൾ കാരണം അമ്പലത്തി. ആലിൻ്റെ അവിടെ അല്ലേ? അതെ, എത്തി. നല്ല കലിപ്പിലാന്ന് തോന്നുന്നു. കൂളാക്കാം. എന്താണ് രാവിലെ തന്നെ ബാക്കിയായിട്ട്? നമുക്ക് കല്യാണം കഴിക്കാം. ഒറ്റ മിനിറ്റ്. ഹലോ. എടാ, ബാർ സോപ്പിന്റെ കൂടെ ഒരു പാക്കറ്റ് മുളക് പൊടികളും മേടിച്ചോട്ടോ. എന്നിട്ട് ബാക്കി പൈസ മാത്രം ബിസ്ക്കറ്റ് മേടിച്ചാൽ മതി കേട്ടോ. എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട, ഞാൻ ചായ മാത്രം കുടിച്ചോളാം. വേണ്ടേ? ബിസ്ക്കറ്റ് വേണ്ട. ബാക്കി പൈസക്ക് 100 പച്ചമുളകും ഇത്തിരി വെളുത്തുള്ളി. നീ കല്യാണം തന്നെയല്ലേ പറഞ്ഞ? കേട്ട് മറിയൊന്നുമല്ലോ അല്ലേ? ഏയ്, തമാശക്കായിരിക്കുമല്ലേ? തമാശയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ടാ. നീ എന്താ പറഞ്ഞല്ലോ? ബോധമുണ്ടോ നിനക്ക്? ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമോ? എടി, നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കോഴ്സ് 2-3-4 മാസം. പോക്കറ്റ് മണിക്കാണെങ്കിൽ പാർട്ട് ടൈം ജോലിയില്ല. എന്നിട്ട് പെട്ടെന്ന് ഒന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടക്കണ കാര്യമല്ല. എടാ, ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കോളേജിലേക്കാന്ന് പറഞ്ഞിട്ടാ. തിരിച്ച പോലെ കയറാനും പറ്റും. പക്ഷെ പിന്നെ നീ വിളിക്കുമ്പോൾ എനിക്ക് ഇറങ്ങി വരാൻ പറ്റും തോന്നണില്ല. അല്ല, ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പം എന്ത് പറ്റി? ഉമേഷിൻ്റെ കാര്യമാണോ നീ പറഞ്ഞു വന്നേ? അതായിരുന്നോ? എടി, നീ എന്നെ ആലോചിച്ച് നോക്കി. ഇന്നത്തെ കാലത്ത് മുറച്ചെടുക്കാൻ മുറപ്പണവരുടെ എവിടെയെങ്കിലും ഉണ്ടോ? പണ്ട് വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുക. പണ്ടൊക്കെ വീട്ടുകാർ മാത്രമായിരുന്നു സീൻ. ഇപ്പം അവനെന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ത് മാറ്റം? ഇതുണ്ടോ? കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നപ്പോഴത്തെ സെൽഫിയോ? ക്യാപ്ഷൻ നോക്ക്. സെൽഫി വിത്ത് മൈ ലവ്.
എടാ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജ് അത്ര മതി. പിന്നെ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് പിടിച്ചു വെക്കാലോ വീട്ടിൽ. ഞാൻ നിൻ്റെ വീട്ടിൽ സംസാരിക്കട്ടെ? എന്തും പറഞ്ഞ് ഞാൻ നീ ഇഷ്ടത്തിലാണോ? ഇപ്പം സമ്മതിക്കും, നോക്കിയിരുന്നു. സംസാരിച്ച് നോക്കാമല്ലോ. എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നീ പറഞ്ഞാൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം. എടാ നിനക്ക് എന്താ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. എടി എങ്ങാനും കൺവിൻസ് ചെയ്യാൻ പറ്റിയാലോ? എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ശരി, നീ വരണ്ട, ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിട്ട് വരാം. നീ ടെൻഷൻ അടിക്കാതിരിക്കും, ഞാൻ വന്നവരോടെ തന്നെ നിന്നാൽ മതി കേട്ടോ. പോയിട്ട് വരാം. ഗാഥ, ആദ്യമായിട്ടാ അവൾ ഇത്രയും ടെൻഷനായിട്ടിരിക്കുന്ന ഞാൻ കാണുന്നത്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അവക്കായിരുന്നു എന്നെക്കാളും ധൈര്യം. എന്തിനും ഒന്ന് വായടിച്ചിരിക്കുവോ? എൻ്റെ പൊന്നു റാഹേലേ, വെയിറ്റ് ഒക്കെ കുറച്ച് കുറക്കണം കേട്ടോ. എനിക്കൊരു പവറില്ല എൻ്റെ അപ്പ. ഒന്ന് അതിനോട്ട് അങ്ങോട്ട് ഒന്ന് പോയടാ നാറി. അയ്യോ, അമ്മ പറഞ്ഞിട്ടുണ്ട് നാറിന്ന് വിളിക്കല്ലേ, സ്മെല്ലിന്ന് വിളിക്കാവുള്ളൂ എന്ന്. ആരാണോ ഈ കേറ്റ കണ്ടുപിടിച്ചത്? നിന്റെ ഒപ്പം കുരിയനായിരിക്കും. അത് ശരി, നമ്മ ഒറ്റയ്ക്ക് കുന്താ തീട്ടാ. ഒരു ഗിയർ സൈക്കിൾ മേടിച്ചു. ആദ്യമായിട്ടാ ട്യൂഷനൊക്കെ. ആ, അതൊക്കെ പയ്യെ ശീലായിക്കോളും. അപ്പൻ്റെ ഒറ്റ ബന്ധം കൊണ്ടാ കൂടിപ്പോയി 2 ദിവസം അതേ നിർത്തും. ആ, നീ എന്തേലും കാട്ട്, ഞാൻ ഗ്രൗണ്ടിൽ കാണും. ഡാ പിന്നെ ട്യൂഷൻ ക്ലാസ്സാണ്, കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പെണ്ണുണ്ടാവും. ദയവ് ചെയ്ത് അതിൻ്റെ പുറകെ ഒന്നും പോയിക്കരുത്. അടി കൊള്ളാൻ വയ്യാത്തോണ്ടാ. പെണ്ണിൻ്റെ പുറകെ അത് ഞാൻ നോക്കിയിരിക്കത്തുള്ളൂ. ഞാനൊക്കെ മൊറട്ട സിംഗിളാ. ഇങ്ങനെ പറയുന്ന നമ്മൾ ആദ്യം പോയി ചാടണേ. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്നവന്മാരൊന്നും വേണ്ട, നമുക്ക് വേണ്ട. മൊത്തം നെഗറ്റീവ് ആണല്ലോ. എന്തിടാ എന്താ അവസ്ഥയാണിത്? പരിചയമുള്ള ഒറ്റ മുഖം പോലുമില്ല. ഹായ് ഗേൾസ്. വേണ്ട, എവിടെ നോക്കിയാലും വേറെ ഏതോ രാജ്യത്ത് വന്നൊരു ഫീല്. കച്ചറ ട്യൂഷനും മുടിഞ്ഞ ട്യൂഷൻ ക്ലാസ്സും. പക്ഷേ ഇവിടെ വെച്ചായിരിക്കും ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. മോനെ, ആ നോട്ടം ഉണ്ടല്ലോ, അതൊരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല. എങ്ങനെ സംസാരിക്കാം? കർത്താവേ, ഒരു വഴി കെട്ടിത്താ പ്ലീസ് 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 ഒരു വഴി കെട്ടിത്താ പ്ലീസ് 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 ഹലോ, പ്ലീസ്. പുതിയ അഡ്മിഷനാണോ? ഏ, പുതിയ അഡ്മിഷനാണോ എന്ന്? ആ അതെ. ഞാൻ ഗാഥ, ഇവിടൊക്കെ തന്നെ ഉള്ളതാ. അളിയാ, ട്യൂഷൻ ക്ലാസ്സാണ്, കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പെണ്ണുണ്ടാവും. ചിരിച്ചു വീഴ്ത്താൻ അവരെക്കാട്ടിലും മിടുക്ക് വേറെ ആർക്കുമില്ല. ദയവ് ചെയ്ത് അതിൻ്റെ പുറകെ ഒന്നും പോയിക്കരുത്. അടി കൊള്ളാൻ വയ്യാത്തോണ്ടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഏയ്, എന്ത് പ്രശ്നം? റാഹേൽ കുരി ഇവിടെയൊക്കെ തന്നെ കാണും. ആടി നല്ലവടാന്ന് കേട്ടെ. പടത്തിൻ്റെ പേര് പ്രേമെന്നല്ലേ, പിന്നെ പ്രേമില്ലാതിരിക്കുമോ?
ജോർജ് ചേട്ടാ ഒരു പരിപ്പോടെ വന്നേ. ആടി അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാളെ നീ ഉച്ചയ്ക്ക് ക്ലാസ് എടുത്ത് തിയേറ്ററിനെ കൂടെ വാ. എടി ടിക്കറ്റ് ഞാൻ എടുത്തോളടി. നീ വരുമോ നീ? ഇത് ലവ് ഒന്നുമല്ലടാ, ഇൻഫാക്ച്വേഷനാണ്. ഒരു ഇൻഫാക്ച്വേഷനും അല്ല, ലവാണ്. ഇത് തന്നെയല്ലേ നീ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അലീനയുടെ കാര്യത്തിലും പറഞ്ഞു. അത് വേറെ ഇത് വേറെ. അന്ന് എനിക്ക് പക്വത ഇല്ലായിരുന്നു, ഇന്നുണ്ട്. വ്യത്യാസം മനസ്സിലായോ? എടാ നീ അതിനെ അവളെ കണ്ടിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അവൾ ആരാണ്, അവൾ എന്താണ്, അറ്റ്ലീസ്റ്റ് അവളുടെ വീട് എവിടെയാണെന്നെങ്കിലും നിനക്കറിയോ? അവളുടെ പേര് കാതാന്ന, അച്ഛൻ്റെ പേര് സുബ്രഹ്മണ്യം, അമ്മയുടെ പേര് രാധിക, ഒറ്റ മോളാണ്. പിന്നെ അവളുടെ അച്ഛൻ അടുത്ത മന്ത്രി പൂജാരി. ബ്രാഹ്മിൺസാ? നല്ലതാടാ. തൈര് സാദം ബിരിയാണി നമുക്ക് ഒന്നിച്ച് കഴിക്കാം. എടി നീ ആരാന്നൊരു വിചാരം? എടി നിനക്ക് വരാൻ പറ്റില്ല, നീ വരണ്ടടി. ഞാൻ രേഷ്മേനെ കൂടി കൂടി. ജോർജ് ചേട്ടാ ഒന്നും പറ്റില്ല കേട്ടോ. എടി നീ എന്തൊരു കളിക്കണേ? എടി നിനക്ക് വരാൻ പറ്റില്ല, നീ വരണ്ടടി. അല്ല അത് വിട്, നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഗാഥയുടെ കാര്യം. ഗാഥേനെ പറ്റി എന്ത്? ഗാഥേനെ പറ്റി എന്തെന്നാലും പറഞ്ഞിട്ടില്ല. NMS അല്ലേ പോണേ? 4 മണിയാ. ഞാനേ ട്യൂഷന് പോയിക്കോ. ഈ നാരങ്ങ വയസ്സ് നീ ഓർത്തരാട്ടോ. എടാ കുരിയ, ഞാൻ പൈസ എടുത്തല്ല. കുഴപ്പമില്ല, നീ കൊടുത്തോ. സത്യമായിട്ട് ഞാൻ പൈസ എടുത്തല്ലാന്ന്. പോയാ ചേട്ടാ, പറ്റുബുക്കിൽ ഒരു പേജ് ബാക്കിയുണ്ടോ? അതിന് നീ ഏതാ? അല്ല, ഞാനീ ഓട്ടോ ഓടിക്കുന്ന പത്മനാഭൻ ചേട്ടൻ്റെ മോൻ. അറിയില്ലേ? ഇവറ്റകളൊന്നും തുറന്നു വിടരുതെന്ന് ഞാൻ ആ സുമതിയോട് പറഞ്ഞതാ. പറമ്പൊക്കെ തെരഞ്ഞ് നാശാക്കി ഓടിച്ചു വിട്ടടും. പക്ഷേ ഉമേ ആ അവനില്ല ആന്റി. എടാ ഉമേഷ്, നിന്റെ കൂട്ടുകാരൻ വന്നേക്കണൂടാ. ആരാ? അതാ വെട്ടിലിയാ. നീയാ? എന്തൊരുടി? അവിടെ ഒരു കർമ്മം ബാക്കിയുണ്ടായിരുന്നു. കർമ്മോ? എന്ത് കർമ്മം? അത് വിട്. പിന്നെ വേറെ എന്നാ? ഇന്നലെ വർക്കിന് പോയപ്പോൾ ഇച്ചിരി ബീഫ് ബാലൻസ് വന്നിട്ടുണ്ട്. നിനക്ക് വേണോ? ഫ്രൈയോ റോസ്റ്റോ? രണ്ടും. അമ്മേ, ഞാൻ ഈ വെട്ടുക്കിളിയുടെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വരാം. നീ കഴിക്കണമൊന്നുമില്ലേ? അതിനാ വന്നിട്ട് കഴിച്ചോളാം. നീ എന്നതാ ഒന്നും കഴിക്കുകയില്ല, ഒന്നും പഠിക്കുകയില്ല, ഒന്നുമില്ല. ഈ ചെറുക്കൻ എന്തൊന്നും കാണിച്ചോണ്ട് നടക്കണയാവോ? നീ എങ്ങനെയാണുള്ള ഈ അയിരൂടുപ്പത്തിൽ എനിച്ച്? വല്ല ക്രിസ്ത്യാനിയും ജനിക്കേണ്ടതല്ലായിരുന്നു ഇയാള്. ഇവളെന്താ വരാത്തെ? വരേണ്ട സമയമായല്ലോ. പോയി നോക്കിയാലോ? നോക്കാം. ഇന്നെന്താ നേരത്തെയാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്താ സംസാരിക്കും? ഒരു ഐഡിയയും കിട്ടില്ലല്ലോ. അവിടെ തന്നെ പോയിരിക്കാല്ലേ? ചോദിക്കുക, ഒന്നും കിട്ടണില്ലല്ലോ. ഇന്ന് കെമിസ്ട്രി ആണോ?
ഇന്ന് കെമിസ്ട്രി ആണോന്ന്. ആണോ? എന്നായിരിക്കും? ആണോ? ആയിരിക്കൂലേ? ഓ, ചാൻസ് രാഹേലേ? ആ അല്ല വേണ്ട. അല്ല പറഞ്ഞ എന്തായിരുന്നു? നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമാ? എന്ത് ഗെയിം? ട്രൂത്ത് ഡെയർ. ട്രൂത്ത് ഓർ ഡെയറാ? നല്ല. എന്തേ ട്രൂത്തോടെ എന്താ കുഴപ്പം? എന്ത് കുഴപ്പം? നല്ല ഗെയിമല്ലേ, ബാ കളിക്കാം. ഓക്കെ, തുടങ്ങാം. ആ, ട്രൂത്ത് ഡെയർ. ട്രൂത്ത്. ശരിക്കും നീ എന്തിനു നേരത്തെ വന്നേ? നൈസോടെ ട്രാപ്പാക്കിയല്ലേ? അത് പിന്നെ വീട്ടിൽ കറണ്ട് ആണെന്നില്ലേ, പിന്നെ അവിടെ നിന്ന് ബോറടിക്കണ വിചാരിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വിചാരിച്ച്. അല്ല വേറെ ഒന്നുമില്ല, സത്യമായിട്ടും. അടുത്ത് നീയാലോ അല്ലേ? പറഞ്ഞോ, ട്രൂത്തോ ഡെയറോ? ട്രൂത്ത്. ട്രൂത്ത്. ആ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്കോ? എനിക്ക് മറ്റു തമിഴ് സോങ് ഇല്ലേ, മാധവനൊക്കെ അഭിനയിച്ച അടിമഴ വരും ആ സോങ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാട്ടല്ലേ? അടിപൊളിയാ. ഇനി നീ. ഞാനാലോ അല്ലേ? ട്രൂത്ത് വേണ്ട, ഡെയർ. ആ, നിനക്കില്ലേ ഒരു മിനിറ്റ് ഫുള്ള് എൻ്റെ കണ്ണിലേക്ക് കണ്ണടയ്ക്കാതെ നോക്കിയിരിക്കാൻ പറ്റുമോ കണ്ടിന്യൂസ് ആയിട്ട്? അതിനിപ്പോൾ എന്താ, നോക്കാലോ. ഓക്കെ, സ്റ്റാർട്ട്. സോറി. കുഴപ്പമില്ല. അമ്മ, അവര് വന്നിട്ടുണ്ട്. 4 നാരങ്ങ എടുത്തോ. ആന്റി, എനിക്ക് ഉപ്പിട്ട് വന്നിട്ടാ. അപ്പുറം വീലന്നെ ഇനി വേണ്ടി പിടിക്കാം. നാരങ്ങളെ വന്നല്ലോ. ഞാൻ കല്ലിച്ചെറ നാരങ്ങളെ കുടിച്ചു പഠിക്കാം. എടാ, എനിക്ക് നാരങ്ങ വെച്ച് ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട്. പാട്ടെ? പറ. ആ, കേട്ടോ, പാടും. എൻ്റെ കയ്യിലുണ്ടൊരു നാരങ്ങ, പച്ച കളർ നാരങ്ങ, ആൻ്റപ്പൻ്റെ അമ്മ തന്ന ഓറഞ്ച് നാരങ്ങ. അമ്മ ഇഷ്ടമില്ലേ? കുഴപ്പമില്ല, നന്നായുണ്ട്. ആ, അല്ലേ അല്ലേ? നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഭാഗം കിട്ടാം. എനിക്കറിയാം. സൂപ്പർ. എടാ പിന്നെ നോക്കേ, നാളെ പ്രേമം കാണാൻ പോയാലോ? ഏത്? എടാ മറ്റേ നിവിൻ പോളിയുടെ ആലുവ പുഴയുടെ തീരത്ത് ആ പാട്ടുള്ള പാട്. അതിൻ്റെ ഒരു പ്രേമം എന്ന് പറഞ്ഞാ? ആ, ഞാനതിലൊരു പൂമ്പാറ്റേനെ മാത്രമേ കണ്ടുള്ളൂ. പൊട്ടൻ, ഒന്നും അറിയില്ല. ഞാനൊന്നും ഇല്ലടാ, എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല. അപ്പം അത് നോക്കണ്ട. അത് പറഞ്ഞപ്പോഴാ എന്തായി നമ്മുടെ ട്യൂഷൻ ക്ലാസ്? എന്താവാൻ, അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോണു. എടാ, വേഗം കൊച്ചിനോട് നിഷ്ടാന്ന് പറയാൻ നോക്കട്ടോ, അല്ലെങ്കിൽ വേറെ ചെക്കന്മാരും ഉണ്ടോ? പയ്യപ്പറടാ, അമ്മയുണ്ട് ഉള്ളില്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ഇങ്ങനെ വെയിറ്റ് ഇട്ട് നടന്നാളെ വേറെ ആരെങ്കിലും വളച്ചോണ്ട് പോകും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? എനിക്കതിനെ പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നോ? 1 മാസമായി നീ ആ ട്യൂഷൻ ക്ലാസ്സിൽ ചേർന്നിട്ട്. 1 മാസമായോ? എടാ, എന്നാലും വൺ സൈഡ് ലവൻ മറ്റേ കിട്ടൂല. ഏത്? അതിപ്പോൾ എങ്ങനെ പറയാ? പറ നീ. അവളറിയാതെ അവളെ സ്നേഹിക്കണത്. എങ്ങനെ? അവളറിയാതെ അവളെ നോക്കിയിരുന്നു.
എന്താ? ഒന്നുമില്ല. അയ്യേ എന്ത് പൈങ്കിളിയാടാ. മൊത്തം കേക്കടാ. അവൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. നീ ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. എങ്ങനെ? അവൾ അറിയാതെ അവളെ നോക്കിയിരുന്ന്, അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്ത്, എന്താ? അവൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് കറക്റ്റ് സൈക്കോ അല്ലേ? എടാ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്താലോ? നിന്റെ ആവശ്യം വേണേ ചെയ്താൽ മതി. വിളിക്കേ? ഞാൻ വിളിക്കാൻ പോട്ടോ. വിളിക്കേ? ദീ വിളിക്കുന്നു. ഞാൻ ശരിക്കും വിളിക്കാൻ പോട്ടാ. വിളിക്കുന്നേ. അല്ലെങ്കിൽ ഇപ്പോൾ വിളിക്കണ? എന്റെ പൊന്നു മോനെ കുറെ നേരം നീ തുടങ്ങിട്ട് വിളിക്കണ്ട. ഇപ്പോൾ വിളിക്ക. ഒന്നുമില്ല അമ്മ, ഈ കുര്യനൊരു പെണ്ണിനെ ഇഷ്ടാന്ന്. എന്റെ പൊന്നാൻ്റെ അങ്ങനെ ഒന്നും ഇല്ലാട്ടാ. ഈ ചെറുക്കൻ ചുമ്മാ പറയണയാ. അതിനിപ്പോ എന്താ, ആമ്പിളരായ പ്രേമിച്ചു നോക്കി ഇരിക്കും. നമ്മുടെ കാര്യം വരുമ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എടാ ഗാഥ വിളിക്കുന്നു. ഹലോ, റായലല്ലേ? ആ പറഞ്ഞോ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ കൂട്ടാൻ്റെ അടുത്ത്. ഓ, തിരക്കാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ വിളിക്കാം. ഇല്ല തിരക്കൊന്നുമില്ല, കുഴപ്പമില്ല, പറഞ്ഞു. നീ നാളെ ട്യൂഷന് വരുന്നുണ്ടോ? ആ വരണ്ട്. എന്തായിരുന്നു? വേറൊന്നുമല്ല, ഞാനിങ്ങനെ കുറേ ആലോചിച്ചപ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതെങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു. നീ നാളെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ. அடைமழை வரும் அதில் நனைவோமே, குளிர் காய்ச்சலோடு ஸ்நேகம், ஒரு போர்வைக்குள் இரு தூக்கம், குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பு மனமதையேதான் எதிர்பார்க்கும். எங்கேயும் போகாமல் தினம் வீட்டிலேயே நீ வேண்டும். சில சமயம் விளையாட்டாய் உன் நாடைக்குள்ளே நான் வேண்டும். എന്തേലൊക്കെ പറ. എന്തു പറയാനാ? ഞാന് ആദ്യമായിട്ട് ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നേ. എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കുഴപ്പമില്ല, നല്ലായിരുന്നു. അല്ല, പ്രപ്പോസ് ചെയ്തേ. വേറെന്താ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫോണിൽ പറഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം എന്തോ പോലെ. ഐ ലവ് യു. താങ്ക് യു. അല്ല, ഉദ്ദേശം എങ്ങനെയല്ല, പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. കുഴപ്പമില്ല. എന്നാ ഞാൻ ക്ലാസ്സിലോട്ട് വെക്കട്ടെ. ഗാഥ, ഞാൻ ശരിക്കും ഉദ്ദേശം അങ്ങനെയല്ല, എനിക്കും ഇങ്ങനെ പറയണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇഷ്ടമാണ്. കുഴപ്പമില്ല, മനസ്സിലാവും. പിന്നെ എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിരുന്നു. നീയോ
വെണ്ണിലവോ വെൺതാരങ്ങളോ എന്നിൽ മഞ്ഞണിയും മന്ദാരങ്ങളോ അരികിലാരോ അറിയാതെ നിഴലാകുന്നുവോ പൊഴിയുമീറൻ മഴയായി നീ നിലവിൽ പെയ്തുവോ താരമേ മന്ദാരമേ എന്നിലെ ജീവനേ താരമേ മന്ദാരമേ എന്നിലെ ജീവനേ നീയോ വെണ്ണിലവോ വെൺതാരങ്ങളോ എന്നിൽ മഞ്ഞണിയും മന്ദാരങ്ങളോ അരികിലാരോ അറിയാതെ നിഴലാകുന്നുവോ പൊഴിയുമീറൻ മഴയായി നീ നിലവിൽ പെയ്തുവോ താരമേ മന്ദാരമേ എന്നിലെ ജീവനേ താരമേ മന്ദാരമേ എന്നിലെ ജീവനേ തെളിയുന്നു നീ എന്നിൽ ഇനി നീ എന്നോമൽ തിങ്കളേ നീ മഴച്ചാറും പോലിന്മേൽ കുളിരോലും നേരത്തിന്നിൽ മൊഴികൾക്കതോരം ചൊല്ലുമോ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടം. എങ്ങനെ പറയാ? ആ നീയായിരുന്നോ? എന്തടാ? മാമനില്ലേ? ഇല്ലല്ലോ, അച്ഛൻ അമ്പലത്തിൽ പോയി. നീ അച്ഛനെ കാണാൻ വേണ്ടി വന്നാണോ? ഹേയ്, ഞാൻ ചുമ്മാ അതുവഴി പോയപ്പോ വെറുതെ. എന്താടാ കയ്യില്? അതൊരു കീ ചെയിനാ. എവിടെ നോട്ടെ? ആഹാ, കൊള്ളാലോ. നിനക്ക് ഇഷ്ടമായോ? എന്നാ നീ വെച്ചോ. അല്ല, കേറണില്ലേ? ഇല്ല, പോവാ. ഇല്ലടാ, വാ കേറിട്ട് പോവാ. ഇല്ല, കുറച്ച് തിരക്കുണ്ട്, പോവാ. ഗാഥ താരമേ മന്ദാരമേ എന്നിലെ ജീവനേ താരമേ മന്ദാരമേ എന്നിലെ ജീവനേ നീയോ വിണ്ണിലവോ വിൺതാരങ്ങളോ എന്നിൽ മഞ്ഞണിയും മന്ദാരങ്ങളോ അരികിലാരോ അറിയാതെ നിഴലാകുന്നുവോ പൊഴിയുമീറൻ മഴയായി നീ ഞാൻ അടുത്തില്ലേ നിനക്കെന്താ? പോയോ? എന്തേ പിടിച്ചോയോ? ഞങ്ങൾ ഇതിന്റെ അപ്പനായിരിക്കും. അയ്യടാ, പോ. വിളിക്കാം. താരമേ മന്ദാരമേ എന്നിലെ ജീവനേ
അച്ഛൻ എനിക്ക് ഗാഥയോടാണ് ഇഷ്ടം. അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ വീട്ടിലൊന്ന് അച്ഛൻ നോക്കിയാണെങ്കിൽ അവൾക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിയുമ്പോൾ പുറത്തേക്ക് പോകും. UK ഒരു ചാച്ചനുണ്ട്, പുള്ളി ഒരു ജോലി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 കൊല്ലം കഴിയുമ്പോൾ സെറ്റിലാവും. അപ്പോൾ അച്ഛൻ്റെ ഒരു തീരുമാനം ഇട്ടാണോ എനിക്ക് അവളോട് സംസാരിക്കാൻ വേണ്ടി. താല്പര്യമില്ല. അല്ല അച്ഛൻ അങ്ങനെ പെട്ടെന്ന് പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി. മോൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? റാഹേൽ. മോനെ റാഹേലേ, വീട്ടിൽ കയറി വരുന്നവരോട് മുഖത്ത് നോക്കി ഇറങ്ങി പോകാൻ പറയുന്നൊരു ശീലം എനിക്കില്ല. പക്ഷേ ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്കത് തെറ്റിക്കേണ്ടി വരും. എടുക്കെടുക്കെടുക്കെടുക്കെടുക്ക്. പിക്കപ്പ് 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 പിക്കപ്പ്. ഹലോ. എടി, ഈ രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ 1 മാസം മുമ്പിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണ്ടേ? വേണം. ഒരു 10 മിനിറ്റ്. ഞാൻ ആരാപ്പനെ കൊണ്ടുണ്ട്, ഇപ്പോൾ തന്നെ വരാം. ഓക്കെ. ഗാഥ. എടാ ആരേലും അറിഞ്ഞാൽ പ്രശ്നാവൂലേ? എടാ ആരേലും അറിഞ്ഞാൽ പ്രശ്നാവൂലേന്ന്. എടാ ആരും അറിയാനൊന്നും പോണില്ല. നീയും പിന്നെ അവളുടെ ഒരു ഫ്രണ്ടും വേറെ അറിയാൻ പോണില്ല. അപ്പോൾ ഈ നോട്ടീസ് ബോർഡ് തൂക്കണൊക്കെയോ? എടാ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കണേ നമ്മുടെ ജോർജ് ചേട്ടൻ്റെ മോനാ, പുള്ളി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ ആയിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോട് പറയാനാ? അതോർത്ത് നീ പേടിക്കണ്ട. റാഹേലടാ, എന്താ പ്രശ്നം? ഫോക്കസ് ഫോക്കസ്. ഗാഥ ഒന്ന് ചിരിച്ചേ. ഐ എന്തായാലും ഫോട്ടോ അല്ല, വീഡിയോ ആണ്. ഡി, നിന്നോട് പെട്ടെന്നൊരു ആഗ്രഹം പറയാൻ പറഞ്ഞാൽ എന്തു പറയും? അതിപ്പോ പെട്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാനാ? ചുമ്മാ പറ നീ. ആ, മൂന്നാറില്ലേ, ആ അവിടെ ഒരു വീട് വെക്കണം. മൂന്നാറ്? അത്ര വലിയ വീടൊന്നും വേണ്ട, ഒരു കുഞ്ഞ് സാധാ വീട്. എന്നിട്ട് അതിന് ചുറ്റും ഒരു വലിയൊരു പൂന്തോട്ടം. ഈ സിനിമയിലെ കാണുന്ന പോലെ? അതന്നെ. എന്നിട്ട് അവിടെ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കണം. ലൈഫ് ലോങ്? ഒന്ന് ചിരിച്ച്. വീഡിയോ അല്ല, ഫോട്ടോയാണ്. நினைவுகளில் உன்னை நான் பார்க்கிறேன், இரவுகள் தூங்காமல்